എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, അലീന പുറത്തു നിന്നെന്തോ ശബ്ദം കേട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുന്നത്. ഈ സമയത്ത് രോഹിത്ത് പുറത്ത് പോയേക്കുമായിരുന്നു. രോഹിത്തിനെ കുറേ നാട്ടുകാരെല്ലാം ചേർന്ന് വടിയൊക്കെ ആയിട്ട് ഓടിക്കുന്നതും അവൻ വീട്ടിലോട്ട് ഓടിക്കയറി വരുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. ഓടി വന്ന വീഴാൻ തുടങ്ങുന്ന അവനെ അലീനെ പിടിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പുറകെ ആൾക്കാർ ഓടുന്നു എന്നത് മിക്കവാറും രോഹിത്തിൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തി കൊണ്ട് അവന് തോന്നുന്നതാകും. കാരണം പത്രത്തിലൊക്കെ വന്നതാണല്ലോ ശരണ്യ പറഞ്ഞ ആ മൊഴി, എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ ഓടിച്ചിട്ടടിക്കേണ്ട അവസ്ഥ വരുന്നില്ല. മനസ്സിൻ്റെ താളം തെറ്റിയതുകൊണ്ട് തോന്നുന്നതാകും. അത് കഴിഞ്ഞ് റൂമിൽ പോയിരുന്ന് പൊട്ടിക്കരയുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷവും അലീന ഭക്ഷണം കൊണ്ട് കൊടുക്കുമ്പം ദേഷ്യത്തോടെ അത് തട്ടിക്കളയുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട് ബാലേന്ദ്രന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴും ഫുഡ് തട്ടിക്കളയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് പലപ്പോഴും കമൻറ്റ് കണ്ടു. അത് ഈ സീരിയൽ കാണിക്കുന്ന മിക്കപ്പോഴും ആർട്ടിഫിഷ്യൽ ഫുഡാട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് എപ്പോഴും തട്ടിക്കളയോ എടുക്കുകയൊന്നും ചെയ്യില്ല. ആ സീനിന് അത് അനിവാര്യമാണല്ലോ. ഇങ്ങനെയൊരു മാനസിക വിഭ്രാന്തിയുള്ള ആൾ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നീട് വീട്ടിൽ വരുന്ന മനുവിനോട് ഈ കാര്യങ്ങളെല്ലാം അലീന പറയുന്നുണ്ട്. അന്നേരം മനു തന്നെ പറയുന്നുണ്ട് കേട്ടോ, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ രോഹിത്തിനെ എന്ന് പറയുന്നുണ്ട്. പിന്നീട് മനുവാണ് വൈജയന്തി ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. എങ്ങനെയെങ്കിലും വൈജയന്തിയെ തിരിച്ചു കൊണ്ടുവരണമല്ലോ, ഏതായാലും മോൻ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന കാര്യം മനു അറിയിക്കുന്നത് കൊണ്ടാവാം വേറെ നിവൃത്തിയില്ലാണ്ട് വൈജയന്തി ഈ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നതിന് മുമ്പ് മനു വീട്ടിൽ വന്ന് പറയുന്നുണ്ട് എല്ലാവരോടും, നാളെ ആൻറ്റി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അന്നേരെ തുടങ്ങി അലീനയുടെ നെഞ്ചിടിപ്പ്, ഇങ്ങോട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും മനു പറഞ്ഞതുപോലെ തന്നെ വൈജയന്തി വീട്ടിലോട്ട് വരുന്നുണ്ട്. വന്നിട്ട് ഒറ്റയടിക്കങ്ങ് അകത്തോട്ട് കയറി പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാവണം പുറത്ത് കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് അകത്തോട്ട് കയറി വരുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അലീന ചെല്ലുമ്പോഴും ഇത്തിരി ദേഷ്യത്തോടെ അലീനെ നോക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പം കഥ കുറച്ചുകൂടെ രസമാവും. രോഹിത്ത് തിരിച്ചറിയും അലീന ആരാണെന്ന്. അലീനെ പതിയെ അവൻ സ്നേഹിച്ചു തുടങ്ങും. അവൻ്റെ ഈ മാനസികാവസ്ഥയിൽ നിന്നും അവനെ കൈപിടിച്ച് കയറ്റുന്നതും അലീന തന്നെയാണ്. ആ കഥകളൊക്കെ വരാനിരിക്കുകയാണ്. നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം.